ഇപ്പോൾ സാറ് ഇവിടെ സൂചിപ്പിച്ചു, ബി ജെ പിയുടെ പ്രതിനിധിയും സൂചിപ്പിച്ചു. അവരുടെ രണ്ടുപേരുടെ ശ്രദ്ധയിലേക്ക് ഒരു കൊച്ചുകുട്ടിയുടെ പേര് ഞാൻ കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല, രാം കേവൽ എന്നാണ് ആ വിദ്യാർത്ഥിയുടെ പേര്. ആ വിദ്യാർത്ഥി വാർത്തയിൽ നിറഞ്ഞത് 2025 മെയ് മാസം 28 ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ആ പേരുകാരൻ ബരാബങ്കി, ഉത്തർപ്രദേശിൽ ഇപ്പോൾ BJP എത്രയോ കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിലെ ബരാബങ്കി ജില്ലയിലെ നിസാംപൂർ ഗ്രാമത്തിലെ ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി ചരിത്രത്തിൽ ഇടം നേടിയത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ആ വിദ്യാർത്ഥിയുടെ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായി 10ാം ക്ലാസ് പാസ്സാവുന്ന വിദ്യാർത്ഥി രാം കേവലാണ്. 78 വർഷങ്ങൾക്ക് ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി വിദ്യാർത്ഥികൾ 10ാം ക്ലാസ് പാസ്സാകുന്ന ഇടങ്ങളാണ് BJP ഭരിക്കുന്ന ഇടങ്ങൾ. കേരളത്തിൽ ഈ അവസ്ഥയാണോ എന്ന് BJPയുടെ പ്രതിനിധികൾ പോലും വാദത്തിന് പോലും ഈ ഒരു വാദഗതി ഉന്നയിക്കും. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് എന്തോ സംസാരിച്ചപ്പോൾ വളരെ ജനാധിപത്യപരമായി അത് കേട്ടിരുന്നയാളാണ് ഞാൻ. സാർ, ഞാൻ പറയുന്നത് കൂടി സാർ കേൾക്കണം. വസ്തുതാപരമായി സംസാരിക്കുമ്പോൾ വസ്തുതാപരമായി മറുപടി പറയണം. എന്റെ വാദഗതി തെറ്റാണെങ്കിൽ ഈ വാദത്തിന് എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ സാർ ഉന്നയിക്കാം. രാം കേവൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി ബരാബങ്കി ജില്ലയിലെ നിസാംപൂർ ഗ്രാമത്തിൽ നിന്ന് ആദ്യമായി 10ാം ക്ലാസ് പാസ്സാവുന്നത് 2025-ലാണ്. ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ അവസ്ഥയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേക്കിംഗ് ഇന്ത്യയെന്നും ഡിജിറ്റൽ ഇന്ത്യയെന്നും ഇന്ത്യയിലാകമാനം ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചു വെക്കുന്ന പ്രധാനമന്ത്രിയുടെ രാജ്യത്ത് 1.19 ലക്ഷം സ്കൂളുകളിൽ വൈദ്യുതിയില്ല. സാറിന് ഞാൻ വളരെ വിനയപൂർവ്വം സാറിനോട് ഞാൻ ചോദിക്കുകയാണ്, കേരളത്തിലെ ഏതെങ്കിലും പൊതുവിദ്യാലയത്തിൽ വൈദ്യുതി ഇല്ല എന്ന് സാറിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഹൈടെക് ക്ലാസ് റൂമുകളില്ലാത്ത പൊതുവിദ്യാലയങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയുമോ? ഹൈടെക് ക്ലാസ് റൂമുകളുള്ള, വൈദ്യുതിയുള്ള, ഡിജിറ്റലൈസ് ചെയ്യപ്പെട്ട, വൃത്തിയുള്ള ശുചിമുറികളുള്ള സംസ്ഥാനമാണ് സർ കേരളം. കേരളത്തിൽ വിദ്യാർത്ഥികൾ ആത്മാഭിമാനത്തോടുകൂടി നല്ല ഭൗതിക സാഹചര്യങ്ങളിലാണ് അധ്യയനം നടത്തുന്നത്. വൈദ്യുതി ഇല്ലാത്ത ഇരുട്ടുമുറികളിലിരുന്ന് പഠിക്കേണ്ട വിദ്യാർത്ഥികൾ കേരളത്തിലില്ല, പഠിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ കേരളത്തിലില്ല. അത് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലാണ്. അതുകൊണ്ട് അടിസ്ഥാന സൗകര്യ വികസനം കേരളത്തിൽ PM ശ്രീ നടപ്പിലാക്കാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന വാദഗതി, ആ വാദഗതി വാദത്തിന് വേണ്ടി പറയാൻ കഴിയുന്നതല്ല എന്നാണ് സാറിനോട് ഓർമ്മിപ്പിക്കാനുള്ളത്. അടുത്തൊരു കാര്യം, ഇപ്പം സാറ് സൂചിപ്പിച്ചു, ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, പുരാണങ്ങളിലുള്ള ചരിത്രങ്ങളും ഒക്കെ പഠിക്കേണ്ടി വരുന്നു. സാറിനോട് ഞാൻ വളരെ വിനയപൂർവ്വം ചോദിക്കുന്നു, എൻ്റെ അറിവിൽ വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരാണ്. എന്നാൽ സത്യപാൽ സിംഗ് എന്ന് പറയുന്ന മുൻ മാനവ വിഭവ വകുപ്പ് മന്ത്രി ഇന്ത്യയിൽ പ്രസ്താവിച്ചത് വിമാനം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. പുഷ്പക വിമാനം അതിന് ഉദാഹരണമാണ്. ഞാൻ വാദത്തിന് വേണ്ടി തന്നെ ചോദിക്കട്ടെ, ആ ഉത്തരം PSC പരീക്ഷയ്ക്കോ UPSC പരീക്ഷയ്ക്കോ എഴുതി വെച്ചാൽ നമുക്ക് മാർക്ക് കിട്ടുമോ? മറുപടി പറയൂ. ഞാൻ ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾക്ക് എന്താണ് നമ്മളൊരു വിദ്യാഭ്യാസ പദ്ധതി, വൈദ്യുതി ഇല്ലാത്ത സ്കൂളുകളുടെയും കണക്ക് ഞാൻ പറഞ്ഞു. ഇന്ത്യയിൽ ശുചിമുറി ഇല്ലാത്ത 98,952 സ്കൂളുകൾ ഇന്നുണ്ട്. നീതി ആയോഗാണ് ഈ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത്. 69,540 ഞാൻ മറുപടി പറയാം. UP സ്റ്റേറ്റിൽ BJP ഒരുപാട് നാൾ ഭരിച്ച സ്റ്റേറ്റ് അല്ല. ഇപ്പൊ 2014 ശേഷമാണ് റെഗുലറായിട്ട് BJP ഭരിക്കുന്നത്. അതിന് മുമ്പ് ഏതാനും വർഷങ്ങളെ ഭരിച്ചിട്ടുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞ വിഷയത്തിൽ ശ്യാം വന്നിട്ടില്ല. ഒരു സെക്കൻഡ് സാർ, BJPയെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ഒന്ന് പോകണം. നോക്കൂ, UPയുടെ വികസനം എപ്പോൾ മുതലാണ് UPയിൽ വികസനം വന്നത് എന്നതിൻ്റെ കൃത്യമായ ഡാറ്റ അങ്ങയുടെ കയ്യിലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഇന്ത്യ മുന്നണിക്കാർ, കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒക്കെ ഭരിച്ച് മുടിച്ച് നശിപ്പിച്ച UP എന്ന ആ വലിയൊരു സംസ്ഥാനത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കൂ. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ മുന്നണിയിലെ ആളുകൾ അവിടുത്തെ യുവതലമുറയോട്, കുട്ടികളോട് ചെയ്തു വെച്ച കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്ത് പോകണം. കാരണം ഈ നെഹ്റു കുടുംബത്തിൻ്റെയൊക്കെ സ്ഥിരം കേന്ദ്രമായിരുന്നല്ലോ അവിടെ.
നോക്കൂ, അഡ്വക്കേറ്റ് ശ്യാം പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഈ രാം കേവൽ എന്ന് പറഞ്ഞത് ഇദ്ദേഹം ഞാൻ പറഞ്ഞ അഭിമാനമാണത്. കാരണം എന്താണെന്ന് അറിയാം ശ്യാമ, ഞാൻ അവിടെ അഭിമാനത്തിന്റെ കഥയാണ് പറയുന്നത്. കേൾക്കൂ, ഞാനൊന്ന് പറഞ്ഞ കേൾക്കട്ടെ. ഞാനവിടെ സർവീസ് ചെയ്ത വ്യക്തിയാണ്. യു പിയിൽ ധാരാളം ട്രാവൽ ചെയ്ത വ്യക്തിയാണ്. യു പി എന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ട് പകൽ പോലും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥകളുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു ജംഗൽ രാജ് എന്നായിരുന്നു അവിടെ വിളിച്ചോണ്ടിരുന്നത്. അതായത് അവിടെ ഇലക്ഷൻ റിഗ് ആവുന്ന എല്ലാ രീതിയിലുള്ള, നിങ്ങൾക്ക് അറിയാം, സ്ത്രീകളായാലും ശരി ആണുങ്ങളായാലും ആർക്കും പുറത്തു പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥകളുള്ള ഏരിയാസ് ഉണ്ടായിരുന്നു. പിന്നാണോ സ്കൂള്, പിന്നാണ് ഇപ്പൊ നോക്കൂ, ഇപ്പൊ തന്നെ ഈ ഛത്തീസ്ഗഡ് മറ്റേ ഏരിയയിൽ ഇപ്പം മാവോയിസ്റ്റ് എന്താണ് അവിടെ പോകുന്നത്? ഇപ്പൊ തീർന്നല്ലോ ആ മാവോയിസ്റ്റ്. എങ്ങനെയാണ് അവിടെ നിന്നത്? അവരുടെ റിറ്റ് ആയിരുന്നു. അവരായിരുന്നു ആ ഏരിയയിൽ നിന്നാണ് ഈ 10 വർഷം കൊണ്ട് 10-12 വർഷം കൊണ്ട് നമ്മൾ ഈ ലെവലിലേക്ക് എത്തിയത്. അതുകൊണ്ട് ഒന്ന്, അപ്പം യു പിയുടെ കാര്യം നമുക്ക് അവിടെ ഇത്രയും എനിക്ക് പറയാം. അതായത് യു പി പിന്നോക്കമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു. ബീമാരു സ്റ്റേറ്റ് എന്നായിരുന്നു പറഞ്ഞത്. ബീഹാർ, ഈ മധ്യപ്രദേശ്, യു പി എല്ലാം ബീമാരു സ്റ്റേറ്റ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ആരാണ് ഭരിച്ചത്? BJP ആയിരുന്നു ഇത്രയും വർഷം ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. ആരടുത്തായിരുന്നു ചോദിക്കേണ്ടത്? നിങ്ങളെ കൂടെ ഇപ്പം സഖ്യത്തിലുള്ള കോൺഗ്രസിന്റെ അടുത്താണ് നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് അങ്ങനെ ആയിരുന്നു എന്ന്. നിങ്ങളെ കൂടെ സമാജ്വാദി പാർട്ടി എടുത്ത് ചോദിക്കണം എന്തുകൊണ്ട് അങ്ങനെ ആയിരുന്നു എന്ന്. അപ്പൊ ആ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവരാണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറയാനുള്ളത്. ഞങ്ങൾക്ക് അഭിമാനമാണ്. ഇപ്പൊ ഒരു കുട്ടിയെങ്കിൽ ഒരു കുട്ടി ഞങ്ങളെ, പക്ഷെ നിങ്ങൾ യു പിയുടെ മറ്റു കഥകൾ പറയത്തില്ല. ഇന്ന് GDP-യിൽ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് തരുന്ന യു പി ആണ്, അത് നിങ്ങൾ പറയത്തില്ല. യു പിയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് യു പിയിലാണ്, അത് നിങ്ങൾ പറയത്തില്ല. യു പിയിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആവുന്നുണ്ട്, അത് നിങ്ങൾ പറയത്തില്ല. യു പിയിൽ ഏറ്റവും കൂടുതൽ എയർപോർട്ടുകൾ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ പറയത്തില്ല. ഏറ്റവും കൂടുതൽ PM ശ്രീ സ്കൂളുകൾ നടപ്പാക്കിയിട്ടുള്ളത്. അപ്പൊ ഇനി ഞാൻ കേരളത്തിലേക്ക് വരാം. ശ്രീ ശ്യാമെ, ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത്. കഴിഞ്ഞ വർഷം കൊല്ലത്ത് ഒരു സ്കൂള്, നിങ്ങൾ പറഞ്ഞില്ല ഇലക്ട്രിസിറ്റി ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള സ്കൂള്, ആ സ്കൂളിന്റെ ലൈൻ തട്ടി ഒരു കൊച്ചുകുട്ടി ആ സ്കൂളിനകത്ത് കളിച്ചോണ്ട് നിന്നിട്ട് ബോൾ എടുക്കാൻ വേണ്ടി മേളിൽ കയറി ആ കുട്ടി ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മരിച്ചു. അറിയാമോ? അത് അറിയാലോ. അപ്പൊ ശ്യാമെ, നമ്മൾ ഇത്രയും പുരോഗതി, ഇത്രയും മുന്നോട്ട് നിൽക്കുന്ന ഇതാണ് എങ്ങനെ സംഭവിച്ചു? ആരും ഉത്തർപ്രദേശിൽ മരിച്ചു വീണ കുട്ടികളുടെ കണക്ക് ഞാൻ ഇല്ല, ഓക്കെ, ഞാൻ ഇടപെട്ടിട്ടില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ സ്കൂളുകളിൽ പാമ്പുകൾ കയറാറുണ്ടോ? സർപ്പങ്ങൾ കയറാറുണ്ടോ? സ്കൂളുകളിൽ കയറാറുണ്ടല്ലോ. അതെന്താ? അതും ഒറ്റപ്പെട്ട സംഭവമാണോ? അല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ സ്കൂളുകളും ഉണ്ട് നമ്മുടെ ഈ കേരളത്തിൽ. ഇവിടുത്തെ കുട്ടികൾ മണ്ണ് വാരി തിന്നിട്ടുള്ള ചരിത്രം ഇപ്പൊ കഴിഞ്ഞ 10 വർഷത്തിൽ ഉണ്ടായിരുന്നല്ലോ. അന്ന് അത് ആരും നമ്മൾ കണ്ടില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അവർക്കത് കിട്ടാതെ പോയത്? എന്തുകൊണ്ടാണ് കിട്ടാതെ പോയത്? ഇപ്പോഴും ഞാൻ പറഞ്ഞു തീർന്നിട്ടില്ല. ഞാൻ കേരളത്തിലെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. പുരോഗമന ഞാൻ അത് നടന്നിട്ടുണ്ടോ ഇല്ലെന്നല്ല. ശ്യാം ഉത്തർപ്രദേശിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ കേരളവും കൊല്ലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ ഉദാഹരണം പറയുന്നത്. അത് മനസ്സിലാക്കുക. അപ്പൊ ഈ സി രവീന്ദ്രനാഥ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി പുതുക്കാട് മണ്ഡലത്തിൽ നിന്നുള്ളതാണല്ലോ. ആ മണ്ഡലത്തിലെ മറ്റത്തൂരിൽ ഒരു സ്കൂള് നിലംപതിച്ച് വീണത് വിദ്യാഭ്യാസ മന്ത്രിയുടെ സമയത്താണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ സമയത്താണ്. ഇടിഞ്ഞു വീണിട്ടില്ലേ? 2016 ഉത്തർപ്രദേശിൽ യോഗി കേരളത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ, പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു. ഉത്തർപ്രദേശിൽ അതുണ്ടായില്ല. ഇത് രണ്ടും ഒരേ താരത്തിൽ വെച്ച് നമുക്ക്